മെഡിക്കൽ പ്രൊഫഷൻ രംഗത്ത് വളരെ പ്രാധാന്യമുള്ള കരിയറാണ് ലാബ് ടെക്നീഷ്യന്മാരുടേത്. രോഗനിർണയം നടത്തുന്നതിൽ ലാബ് ടെക്നീഷ്യന്മാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എങ്ങനെയാണ് ഒരു ലബോറട്ടറി അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ ആകുന്നത് എന്ന് നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന കരിയറിനെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ജോലി സാധ്യതകളെക്കുറിച്ചും പഠിച്ചിറങ്ങിയാൽ കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഒരു ലാബ് ടെക്നീഷ്യൻ്റെ കൃത്യത വളരെയേറെ അത്യാവശ്യമായ ഒരു ജോലിയാണ്. കാരണം ലാബ് സെറ്റുകളിൽ വീഴ്ചകൾ പറ്റിയാൽ അത് രോഗികളുടെ ജീവനെ തന്നെ ബാധിച്ചേക്കാം. ശ്രദ്ധയും കരുതലും ഏറെ ആവശ്യമായ ഒരു ജോലി തന്നെയാണ് MLT പഠിച്ചവരുടേത്. ഒരു രോഗം നിർണ്ണയിക്കുന്നതിന് നമ്മൾ ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്നത് മെഡിക്കൽ ലബോറട്ടറികളെയാണ്. മാത്രമല്ല പലപ്പോഴും ഡോക്ടർമാർ പേഷ്യൻസിനെ ചികിത്സിക്കുന്നത് പോലും പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ്. അങ്ങനെ ആയിരിക്കുമല്ലോ രോഗികൾക്ക് വേണ്ട മരുന്നുകൾ കൂടി ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ BSc MLTക്ക് 3 വർഷവും പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. ലബോറട്ടറി ടെക്നോളജിയുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ BSc MLTയുടെ സിലബസിൽ കവർ ചെയ്യുന്നതാണ്. ഇനി കോഴ്സിൻ്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ +1 +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ സബ്ജക്റ്റുകൾ 50% മിനിമം മാർക്കോടെ പാസ്സായിട്ടുണ്ടാവണം. മാത്രമല്ല ഈ കോഴ്സിന് ഡിപ്ലോമയും അവൈലബിൾ ആണ്. അതിന് ഡ്യൂറേഷൻ വരുന്നത് 2 വർഷമാണ്. എങ്കിലും മാക്സിമം ഈ കോഴ്സ് എടുക്കുമ്പോൾ BSc തന്നെ എടുത്ത് പഠിക്കാനായി ശ്രമിക്കുക. പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു മെഡിക്കൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിലും ലാബുകളിലും ജോലി ഉറപ്പാണ്. ഇനി ഹോസ്പിറ്റലുകളിൽ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായി സാധിക്കും. മാത്രമല്ല ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ്, ബ്ലഡ് ബാങ്കുകളിലും ഹെൽത്ത് കെയർ സെൻ്ററുകളിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ BSc കഴിഞ്ഞ് MSc MLT കഴിഞ്ഞവരാണെങ്കിൽ കോളേജുകളിൽ പ്രൊഫസറായിട്ടും കയറാൻ പറ്റും. അങ്ങനെയല്ല ഇനി എബ്രോഡ് പോയി ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഈ ഫീൽഡിൽ തന്നെയാണ്. ഇനി സാലറി നോക്കുകയാണെങ്കിൽ നാട്ടിൽ 10,000 രൂപ മുതൽ 25,000 വരെ സ്റ്റാർട്ടിംഗ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നീട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളെയോ ലാബുകളെയോ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ സാലറി വരിക. മാത്രമല്ല നിങ്ങളുടെ എക്സ്പീരിയൻസും ടാലൻറ്റും ഒക്കെ അനുസരിച്ച് അവിടെയും സാലറി ഹൈക്ക് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഫീൽഡ് തന്നെയാണ് MLT എന്ന് പറയുന്നത്. ഇനി എബ്രോഡ് മാത്രമല്ല നിങ്ങൾ യൂറോപ്യൻ കൺട്രീസിലേക്കും ജോലിക്ക് നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് ഏകദേശം 1,15,000 തന്നെ കിട്ടാനുള്ള സാധ്യതയും MLT കോഴ്സ് പഠിച്ചവർക്കുണ്ട്. ഹലയുടെ ഹെൽത്ത് സയൻസ് വിഭാഗത്തിൽപ്പെട്ട മറ്റു കോഴ്സുകളെ വെച്ച് MLT കമ്പയർ ചെയ്യുമ്പോൾ BSc MLTക്കാണ് പൊതുവെ ഫീസ് കുറവുള്ളത്. ഇനി കേരളത്തിലാണെങ്കിൽ അഡ്മിഷൻ നോക്കുമ്പോൾ LBS ത്രൂ ആണ് നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റുക. ഇതിനുശേഷം KUHS അഥവാ കുഹാസിൻ്റെ അണ്ടറിലുള്ള DMAയുടെ അപ്രൂവൽ ഉള്ളതുമായ കോളേജുകളിൽ മാത്രം ഈ കോഴ്സ് പഠിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല നമ്മളുടെ നിയർ ബൈ സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റുകളിലും ഈ കോഴ്സ് അവൈലബിൾ ആണ്. തമിഴ്നാട് MGR യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലും കർണാടകയിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുമാണ് ഈ കോഴ്സ് പഠിക്കാൻ പറ്റുക. ഇതിനെല്ലാം പുറമെ കുറേ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും ഈ കോഴ്സ് അവൈലബിൾ ആണ്. കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജുകൾക്ക് കറക്റ്റായി ലാബ് ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. വിദേശ രാജ്യങ്ങളിൽ ജോലി നോക്കുന്നവർക്ക് BSc MLT കുറച്ചുകൂടി ഗുണകരമാണ്. BSc MLT കൂടാതെ 2 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ കോഴ്സും 6 മാസം ദൈർഘ്യമുള്ള സർട്ടിഫൈഡ് കോഴ്സുകളുമുണ്ട്. BSc MLT DMLT കോഴ്സുകളുടെ അഡ്മിഷൻ കേരളത്തിൽ നടന്നു വരുന്നു. DME അഥവാ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ് LBS വഴി പ്രവേശനം നടത്തുക. എൻട്രൻസ് ഇല്ലെങ്കിലും +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലേക്കോ BSc MLT എന്ന് പറഞ്ഞ കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഉറപ്പായും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. നന്ദി.